ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു MJ's നോളജ് ഹബ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 മാത്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പാർട്ട് 2 ചെയ്യാനായിട്ടാണ്. അപ്പം എന്ത് ചെയ്യുക, വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. എന്നാൽ മാത്രമേ ഭാഗത്ത് ഒറ്റ മാർക്കും പോകാതിരിക്കുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷുവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തീർച്ചയായിട്ടും. അപ്പോൾ ഈ പാർട്ടിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് കാണാനുള്ളത്. ഇത് ഏത് തരം ഡാറ്റയാണ്? റോ ഡാറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മീഡിയൻ കാണാൻ തന്ന അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. ഞാനിവിടെ അസെൻഡിങ് ഓർഡറിലാണ് എഴുതുന്നത്. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡിങ് ഓർഡറിലാണ് എഴുതുക, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഏറ്റവും ചെറുത് 3 ആണ്. സോ 3 വെട്ടി, അടുത്തൊരു 3 കൂടി ഉണ്ട്, അതിന് വെട്ടുക. അങ്ങനെ വെട്ടി കൊണ്ടുപോവുക. 4 ഉണ്ടോ നോക്കുക. യെസ്, 4 ഉണ്ട്. അടുത്തത് 5 ഉണ്ടോ നോക്കുക. 5 ഉണ്ട്. 6 ഉണ്ടോ? 6 ഇല്ല. 7. പിന്നെ അടുത്തത് 7 9 7 9 എഴുതാം. 7 9 10 11 ഇല്ല. 12 ഉണ്ട്. 12 13 ഇല്ല. പിന്നെ 18 19 21 18 19 21. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഇനി എണ്ണം കറക്റ്റാണ് നോക്കിയാൽ മതി. 2 4 2 4 6 8 10 11 2 4 6 8 10 11. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്രയാണെന്ന് കിട്ടിയല്ലോ, 11 ആണെന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് അറിയാവുന്ന കാര്യത്തിലേ ഉള്ളൂ, ഇതിൽ നിന്ന് മീഡിയൻ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. ഇത് n ഓടാണല്ലോ, ഈ n എത്രയാണ് ഇവിടെ? ഓടാണല്ലോ. 11 ഒരു ഓഡ് നമ്പർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലോ, വെട്ടി കൊണ്ടുവരിക. ഇവിടുന്ന് വെട്ടുക, ഇവിടുന്ന് വെട്ടുക. അങ്ങനെ ഓരോ തലക്കുന്ന 2 തലക്കുന്ന വെട്ടിക്കൊണ്ടുവരിക. അവസാനം എത്തുന്ന നടുവിലെ നമ്പർ ഉണ്ടാവുമല്ലോ, ഇതാണ് നമ്മളെ മീഡിയൻ. ഇതാണ് നമ്മളെ മീഡിയൻ. ഇനി ഈവൻ നമ്പർ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. എന്താണ് ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, തന്ന ഡാറ്റകൾ അതുപോലെ എഴുതണം. ഇവിടെ x തന്നിട്ടുണ്ടല്ലോ. സോ ഇവിടെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയ രീതി തന്നെ ഇവിടെ എഴുതാം. 3 3 4 5 7 9 10 10 12 18 10 12 18 19 21 എന്നിങ്ങനെ എഴുതാൻ നമുക്ക് ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്തായിട്ട് അവരെന്താണുള്ളത്, വേറെ ഒന്നും തന്നിട്ടില്ല, നമുക്ക് ഈ ഒരു ഡാറ്റ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണല്ലോ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണാൻ വളരെ എളുപ്പമാണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണാൻ വളരെ എളുപ്പമാണ്. എന്താണ് നമ്മൾ ഇക്വേഷൻ? സിഗ്മ മോഡ് എക്സ് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്മോൾ n ആണല്ലോ. അതിന് നമുക്ക് എന്ത് ചെയ്യണം? n അറിയാം. ഇനി മീഡിയൻ അറിയണമല്ലോ. മീഡിയൻ എന്താണ്? മീഡിയൻ നമുക്ക് കിട്ടിയല്ലോ, മീഡിയനും കിട്ടി. അപ്പൊ എന്താ മീഡിയൻ? 9 ആണ്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നേരിട്ട് എന്ത് ചെയ്യാം, മോഡ് എക്സ് മൈനസ് മീഡിയൻ ഒന്ന് കാണാം. മോഡ് എക്സ് മൈനസ് മീഡിയൻ എന്താ വരിക നോക്കിയേ. മോഡ് 3 - 9, മോഡ് 3 - 9, മോഡ് 4 - 9, മോഡ് 5 - 9, മോഡ് 7 - 9, മോഡ് 9 - 9, മോഡ് 10 - 9, മോഡ് 12 - 9, മോഡ് 18 - 9, മോഡ് 19 - 9, മോഡ് 21 - 9. കാൽക്കുലേറ്റർ എടുക്കുക, കുത്ത്, അത്രേ ഉള്ളൂ. എന്താണ് ഇവിടെ 6 വരും, 4 5 വരും, 4 വരും, എത്രയാണ്? 2 വരും, എത്ര? 0 വരും, 1 വരും, 3 വരും. അടുത്ത എന്താണ്? 9 9 18 ആണ്. അടുത്തത് 10 വരും. 21 എന്താണ്? 21 - 9 എത്രയാണ്? 21 - 9 എത്രയാണ്? 12 വരും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് എന്താ വേണ്ടത്? സിഗ്മ മോഡ് എക്സ് മൈനസ് മീഡിയൻ. ഇതിന്റെ ഒന്ന് സിഗ്മ കണ്ടേ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് താൽക്കാലികം. സിഗ്മ മോഡ് എക്സ് മൈനസ് മീഡിയൻ ഒന്ന് കണ്ടേടാ. സിഗ്മ മോഡ് എക്സ് മൈനസ് മീഡിയൻ എങ്ങനെ കാണാം? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 58 എന്ന് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ എന്ത് വരും? 58 ഡിവൈഡഡ് ബൈ 11 വരും. 58 ഡിവൈഡഡ് ബൈ 11 ആണ് എഴുതേണ്ടത്. മീഡിയൻ എന്താണ്? n ആണ്. നിങ്ങൾ അറിയാതെ കൊണ്ട് 9 എന്ന് എഴുതരുത്, മീഡിയൻ എഴുതരുത്, n തന്നെ കറക്റ്റ് എഴുതണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആൻസർ എന്ത് വരും? 58 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുന്നത് എന്താണ്? റൗണ്ട് ആക്കി എഴുതുക. 5.27 എന്ന് എഴുതുക. 5.27 ആണ് ആൻസർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈവൻ നമ്പർ വരുന്ന ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ.
ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. റോ ഡാറ്റയാണ് തന്നിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നത് അതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് n എത്രയാണെന്ന് നോക്കാം. ഇവിടെ n നിങ്ങൾക്ക് ലഭിക്കുക എന്താണ് 12 n ലഭിക്കുക. സോ n ഇസ് എ ഈവൻ നമ്പർ. n എന്താണ് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെട്ടിക്കൊണ്ടിട്ട് നേരത്തെ പറഞ്ഞത് 10, 18 ഇട്ട് ഇങ്ങനെ തലക്കുന്ന ഇങ്ങനെ വെട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യും സെൻട്രൽ എത്തുമ്പോൾ ബാക്കി 2 സംഖ്യകൾ മാത്രം അവശേഷിക്കും. ആ 2 സംഖ്യകൾ ഇങ്ങനെ എടുക്കുക. സെൻട്രൽ എന്ത് ചെയ്യുക 2 സംഖ്യകൾ മാത്രം അവശേഷിക്കും. അവർ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക മീഡിയൻ കാണാൻ വേണ്ടി ഇത്ര ചെയ്യാനുള്ളൂ. മീഡിയൻ ഇസ് ഈക്വൽ ടു എന്താണ് സെൻട്രലുള്ള 2 സംഖ്യകൾ എടുക്കുക. 13 + 14 ഡിവൈഡർ ബൈ 2 ചെയ്യുക. എന്താണ് 27/2 ചെയ്യുക. നിങ്ങൾക്ക് 13.5 ലഭിക്കും. ശരിയാണോ? 13 എന്ത് ചെയ്യും 5 ലഭിക്കും. ഓക്കെ 27/2 13.5 ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തന്ന ഡാറ്റ ഒന്ന് എഴുതിയേക്കാം. എന്താ തന്നത് എക്സ് ആണ് തന്നിട്ടുള്ളത്. എക്സ് ഒന്ന് എഴുതിക്കണം. എന്താണ് എക്സ് എന്തൊക്കെയാണ് ഒന്ന് എഴുതി നോക്കിയേ നിങ്ങൾ. എന്താണ് നോക്കിയേ 10, 11, 11, 12, 13, 13, 14, 16 പിന്നെന്താണ് 17, 17, 18 17, 17, 18 ഓക്കെ ആണോ? രണ്ടാമത്തെ കണ്ടിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ മോഡ് എക്സ് മൈനസ് മീൻ എഴുതാം. മോഡ് എക്സ് മൈനസ് മീഡിയൻ എന്ന് എഴുതി നോക്കിയേ. കാരണം നമുക്ക് ഇനി മീഡിയൻ അറിയാം. ഇനി എന്ത് മാത്രം കണ്ടാൽ മതി മോഡ് എക്സ് മൈനസ് മീഡിയൻ ഒന്ന് കണ്ടാൽ മതി. ഞാൻ എന്ത് ചെയ്തില്ല ഇവിടെ എഴുതുന്നില്ല, നേരിട്ട് കാണാൻ പോവാണ്. 10 മൈനസ് അല്ലെങ്കിൽ എഴുതിയാലുള്ള സ്ഥലം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ 10 മൈനസ് എന്താടാ 13.5 എന്താണ് 11 മൈനസ് 13.5 11 മൈനസ് 13.5 12 മൈനസ് 13.5 13 മൈനസ് 13.5 അടുത്തത് 13 മൈനസ് 13.5 അടുത്തത് 14 മൈനസ് 13.5 പിന്നെ 16 മൈനസ് 13.5 16 മൈനസ് 13.5 17 മൈനസ് 13.5 17 മൈനസ് 13.5 മൈനസ് 13.5 18 മൈനസ് 13.5 ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് എഴുതുക. ഞാനിപ്പോൾ എന്താണ് തട്ടിക്കൂട്ടി എഴുതിയതാണ്, നിങ്ങൾ കാര്യമാക്കണ്ട. കാൽക്കുലേറ്റർ എടുക്കുക ചെയ്ത് നോക്കുക. എന്താണ് ഇവിടെ 3.5 2.5 2.5 12 എന്താടാ 12ക്ക് 13 1.5 0.5 0.5 ഇവിടെയും 0.5 അടുത്തത് 14 2.5 2.5 17 ആണെങ്കിൽ എന്താണ് 3.5 3.5 അടുത്തത് 18 മൈനസ് 13.5 18 മൈനസ് 13.5 എത്രയാണ് 18 മൈനസ് 13.5 ആൻസർ 4.5 4.5. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഇതിന്റെ ടോട്ടൽ കാണാം. സിഗ്മ മോഡ് എക്സ് മൈനസ് മീഡിയൻ എത്രയാ നോക്കിയാ പോരെ. സിഗ്മ മോഡ് എക്സ് മൈനസ് മീഡിയൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 ആണെന്ന് തോന്നുന്നു. 28 ആണ് എന്താണ് സിഗ്മ മോഡ് എക്സ് മൈനസ് മീഡിയൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നേരിട്ട് കാണാം. എന്താണ് 28 എന്താണ് n 12 ആണ്. 28/12 ചെയ്ത് നോക്കി. 28/12 2.33 ആണ്. 2.33 നിങ്ങൾ എന്ത് ചെയ്യുക അവസാനിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. ഈവൻ വന്നാൽ നടുവത്ത് 2 കൂടി കൂട്ടുക എഴുതാം. ഓട് വന്നാൽ എന്താ നടുവത്തത് മാത്രമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത് കണ്ടിന്യൂസിൽ 2 മോഡലുണ്ട്. ഡിസ്ക്രീറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്ക്രീറ്റിൽ 2 മോഡലുണ്ട്. കണ്ടിന്യൂസിൽ ഒരു മോഡലുള്ളത് ഒന്നും നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്താ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ക്രീറ്റ് ഡാറ്റ വെച്ചിട്ടാണ്. അതിന് മുന്നേ നിങ്ങളൊരു കാര്യം അറിയണം. ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ n ഓടാണ്, അതായത് സിഗ്മ എഫ് മൊത്തം ഫ്രീക്വൻസി കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഡ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ മീഡിയം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ എന്നിന്റെ കോഡ് 1 കൂട്ടുക 2 കൊണ്ട് ഹരിച്ചുക. ആ ഒരു ഐറ്റം ആണ്, അതായത് അത്ര എന്നല്ല അത്രാമത്തെ ഐറ്റം ആണ്. അതായത് n+1/2th ഐറ്റം ഇൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. CF എന്ന് പറഞ്ഞാൽ എന്താണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അടുത്താണ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ പറയാം. n ഈവൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ n/2th ആൻഡ് n/2+1th ഐറ്റം ഇൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ n ഇപ്പം എന്താണ് 20 ആണെങ്കിൽ 10ാമത്തെയും 11ാമത്തെ ഐറ്റമാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിലുള്ള 10ാമത്തെയും 11ാമത്തെ ഐറ്റം എവിടെയാണോ അതാണ് നമ്മൾ മീഡിയൻ ആയിട്ട് വരിക. അത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങളിപ്പോൾ ഒരു ഓഡ് നമ്പർ ആയിട്ട് ഇപ്പം എന്തെടുക്കുകയാണെങ്കിൽ ഒരു 15 എടുക്കുകയാണെങ്കിൽ 16/2 8ാമത്തെ ഐറ്റം ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 8ാമത്തെ ഐറ്റം ഏതാണോ അതാണ് മീഡിയൻ. അങ്ങനെയാണ് ഇത് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നത് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കൊന്ന് വായിക്കണം എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ ഡാറ്റ നോക്കിയാൽ ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. ഡിസ്ക്രീറ്റ് ഡാറ്റയാണ് തന്നിട്ടുള്ളത്. ഞാൻ തന്ന ഡാറ്റ അതുപോലെ എടുത്ത് എഴുതി. ഇവിടെ n നമുക്ക് നോക്കുമ്പോൾ n എന്താണ് ഇവിടെ വരിക എന്ന് അറിയും 30 ആണ് ഇവിടെ n വരിക. അപ്പൊ n എന്താണ് n ഈവൻ ആണ്.
എന്താണ് എൻ ഈവൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അടുത്തായിട്ട് നിങ്ങൾ എന്ത് കാണണം, ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി എന്ന സംഭവം കണ്ടോ. എൻ ഈവൻ ആണോ, അങ്ങനെയാണെങ്കിൽ മീഡിയൻ എന്താണ്, മീഡിയൻ നമ്മൾ ക്യാപിറ്റൽ എം അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക, പിന്നെ മീനെ നമ്മൾ എക്സ് ബാർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, വലിയ ആവശ്യമൊന്നുമില്ല. സോ മീഡിയൻ, ഞാൻ മീഡിയൻ തന്നെ എഴുതാം. മീഡിയൻ കാണാൻ എന്താ ഇക്വേഷൻ, മീഡിയൻ കാണാൻ ഈവൻ ആണെങ്കിൽ n/2 ആൻഡ് n/2 പ്ലസ് 1th ഐറ്റം ഇൻ ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പൊ ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ വേണം നോക്കാം. നല്ലോണം ശ്രദ്ധിച്ചോ, ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി കാണുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി കാണുക, ഫ്രീക്വൻസി അതുപോലെ എടുത്തെഴുതുക. ഫ്രീക്വൻസി ആദ്യത്തെ ഫ്രീക്വൻസി എന്താ 3, ഫ്രീക്വൻസി ആണ് എടുത്തെഴുതുന്നത്. ഫ്രീക്വൻസി അതുപോലെ എടുത്തെഴുതുക, ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എടുത്തെഴുതി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും കൂട്ടുക. ക്യുമുലാറ്റീവ് ഫ്രീക്വൻസിയും അടുത്ത ഫ്രീക്വൻസിയും കൂട്ടുക. ക്യുമുലാറ്റീവ് ഫ്രീക്വൻസിയും രണ്ടാമത്തെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ 7, 7ഉം 5ഉം കൂട്ടുക. എത്രയായി വരിക, 12, 12 2 കൂട്ടുക 14, 14 4ഉം കൂട്ടുമ്പോൾ 18, 18 5ഉം കൂട്ടുമ്പോൾ എത്രയാണ് 23, 23 4ഉം കൂട്ടുമ്പോൾ 20 എത്രയാണ് 7, 27 3ഉം കൂട്ടുമ്പോൾ 30. ഇപ്പൊ നിങ്ങൾ നോക്കി, ഈ 30 ഈ എണ്ണും സെയിം അല്ലേ. അങ്ങനെയാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ ചെയ്തത് ശരിയാണോ, ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി എടുത്തത് ശരിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം. അവസാനം വരുന്ന സംഖ്യയും എന്നും എന്താവും, ഈക്വൽ ആവും ക്യുമുലാറ്റീവ് ഫ്രീക്വൻസിയിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, n നമുക്ക് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മീഡിയൻ ഒന്ന് കണ്ടുനോക്കിയാലോ. മീഡിയൻ കാണാൻ എത്രയേ ഉള്ളൂ, n/2. n എത്രയാണ് 13, 30. അപ്പൊ 30/2 ആൻഡ് എന്താണ് 30/2 പ്ലസ് 1th ഐറ്റം ഇൻ ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ ആണോ. 30/2 15 ആണ്. 15th ആൻഡ് എന്താണ് 30/2 പ്ലസ് 5 15 പ്ലസ് 1 16ാമത്തെ ഐറ്റം ആണ്, 16th ഐറ്റം. ഈ 2 ഐറ്റം എവിടെയാണ് ക്യുമുലാറ്റീവ് ഫ്രീക്വൻസിയിൽ നോക്കാം. ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി നോക്കിയടാ എന്താണ് 15, 14 കഴിഞ്ഞിട്ടുള്ള 15 16 എവിടെ വരിക, 18ന്റെ ഉള്ളിലാണ് വരിക. അപ്പൊ 18നെ വട്ടിടാം. എന്താണ് 15ഉം 16 എവിടെ വരിക, 18ന്റെ ഉള്ളിലാണ് വരിക. 14 കൊണ്ടയിലിടരുത്, 18 തന്നെ ഇടണം. കാരണം അടിയിൽ എത്രയാണ് നോക്കിയിടാം. 15ഉം 16 എന്തിനുള്ളിൽ വരിക, 18ന്റെ ഉള്ളിലാണ് വരിക. സോ നേരെ പോവുക, നേരെ വിട്ടു എക്സിലേക്ക് പോട്ടെ. ഇങ്ങനെ ആരോ മാർക്ക് എക്സിലേക്ക് എത്തുക. എക്സിൽ എത്രയാണോ അത് നോക്കുക, അതാണ് നമ്മളെ മീഡിയൻ. എക്സിൽ എത്രയാണോ നോക്കുക, അതാണ് നമ്മളെ മീഡിയൻ. സോ മീഡിയൻ എന്താണ് കിട്ടി, മീഡിയൻ എന്തെന്ന് കിട്ടി മക്കളെ, മീഡിയൻ നോക്കട്ടെ. മീഡിയൻ എന്താടാ, മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയാണെങ്കിൽ മീഡിയൻ എന്താടാ 13 ആണ്. മീഡിയൻ 13 ആണെങ്കിൽ ശരിയാണോ നോക്കട്ടെ. മീഡിയൻ എന്താണ് 13 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മീഡിയൻ നമുക്ക് എങ്ങനെ 13 കിട്ടി. ക്യുമുലാറ്റീവ് ഫ്രീക്വൻസിയിൽ എത്ര നോക്കി, നേരെ ആരോ മാർക്ക് വരച്ചു, എക്സിൽ എത്തിച്ചു. എക്സിൽ അത് എത്രയാണെന്ന് നോക്കി. ഓക്കെ ആണോ, ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. മീൻ ഡീവിയേഷൻ എബൌട്ട് എന്താണ്, മീഡിയൻ ആണ്. മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ്. സോ എന്തൊക്കെ വേണം നമുക്ക്, സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ എന്താണ്, മീഡിയൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. ഇത് നമുക്ക് എന്തൊക്കെ അറിയാം, ഏതറിയാം, എൻ അറിയാം. ഇനി മോഡ് എക്സ് മൈനസ് മീഡിയൻ ഒന്ന് കാണണം. മോഡ് എക്സ് മൈനസ് മീഡിയൻ ഒന്ന് കണ്ടേടാം. മോഡ് എക്സ് മൈനസ് മീഡിയൻ നിങ്ങൾ എന്താ ജസ്റ്റ് കാൽക്കുലേറ്റർ എടുത്ത് കണ്ടാൽ മതി. എന്റെ കാൽക്കുലേറ്റർ ഇവിടെ, കാൽക്കുലേറ്റർ എടുക്കുമ്പോൾ മോഡ് എക്സ് മൈനസ് മീഡിയൻ ഒന്ന് കണ്ടേ. 3 മൈനസ് മീഡിയൻ എത്രയാ 13, 3 മൈനസ് 13 10 ആണ്. അടുത്തത് 6 മൈനസ് 13, 6 മൈനസ് 13 എങ്ങനെ ചെയ്തു നോക്കിയേ, 7 ആണ്. അടുത്തത് 9 മൈനസ് എന്താണ്, ഞാൻ എന്താ ചെയ്യുന്നത്, ഓക്കെ 6 മൈനസ് 13 7ആണ്. 9 മൈനസ് 13, 9 മൈനസ് എന്താണ് 13 ആണ്, 4 ആണ്. 12 മൈനസ് 13 എന്താണ്, 12 മൈനസ് 13 1 ആണ്. ഞാൻ ചെയ്തു നോക്കുന്നില്ല. 13 മൈനസ് 13 അത് 0 ആണ്. 15 മൈനസ് 13 അത് 2 ആണ്. 21 മൈനസ് 13 എത്രയാണ്, അത് 8 ആണ്. അടുത്തത് 22 ആകുമ്പോൾ അത് 9 ആവും. സോ നമുക്ക് എന്ത് ചെയ്യാം, മോഡ് എക്സ് മൈനസ് മീഡിയൻ എഴുതിയത് ശരിയാണോ നോക്കട്ടെ. മോഡ് എക്സ് മൈനസ് മീഡിയൻ എഴുതിയത് എന്താണ്, ശരിയാണ്. ഓക്കെ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇനി എന്ത് കാണും, നമുക്ക് എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ കാണണം. എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ ഒന്ന് കണ്ട്, എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ എങ്ങനെയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി തന്നെ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്താ 3 മൈനസ് 13 അങ്ങനെ തന്നെ എഴുതി ചെയ്യുക. ഞാൻ എന്ത് ചെയ്യാം, വളരെ എളുപ്പമായിട്ട് ചെയ്തതാണ്. എഫ് എത്രയാ നോക്കുക, 3 ഇൻറ്റു 10 അത് 30 ആണ്. അടുത്തത് 4 ഇൻറ്റു 7, 4 ഇൻറ്റു 7 2 4 28 ആണ്, 28 ആണ്. 5 ഇൻറ്റു 4 അത് 20 ആണ്. 5 ഇൻറ്റു 4 എന്താണ്, അത് 20 ആണ്. 2 ഇൻറ്റു 1 അത് 2 ആണ്. അടുത്തത് 4 ഇൻറ്റു 0 അത് 0 ആണ്. 5 ഇൻറ്റു 2 അത് 10 ആണ്. 5 ഇൻറ്റു 2 എന്താണ്, അത് 10 ആണ്. 4 ഇൻറ്റു 8 324 4 32 ആണ്. 9 ഇൻറ്റു 3 എന്താണ്, അത് 18 ആണ്. സോ 27 ആണ്, 27. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ നോക്കിയാലോ. കാരണം നമുക്ക് ടോട്ടൽ കിട്ടിയാലേ സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയം വേണ്ടേ.
സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ ഒന്ന് കണ്ടുനോക്കാം. എന്താണ് സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ എന്ന് നോക്കാം. എന്താണ് 149 നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 149 കിട്ടും. അങ്ങനെയാണെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണാൻ ഇത്രയേ ഉള്ളൂ. ഈ 149 ഡിവൈഡർ ബൈ എന്താണ് 149 ഡിവൈഡർ ബൈ n എത്രയാണെന്ന് നോക്കുക, 30 ആണ്. സോ അത് ചെയ്യാം. 149 ഡിവൈഡർ ബൈ 30, 149 ഡിവൈഡർ ബൈ എന്താണ് 30 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4.966 സംതിങ് കിട്ടും. അവസാനം എന്ത് ചെയ്യുക? 97 എന്ന് എഴുതി അവസാനിപ്പിക്കുക. സോ ആൻസർ ഒന്ന് ശരിയാണെന്ന് നോക്കട്ടെ. ആൻസർ എന്താണ്? യെസ്, 4.97 തന്നെയാണ് ആൻസർ. 967 എന്നും കിട്ടും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത മോഡലിലേക്ക് പോകാം. ഇതിൽ തന്നെ രണ്ടാമതൊരു മോഡലും കൂടി ഉണ്ട്. സോ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിടാം. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. ഇത് ഏത് തരം ഡാറ്റയാണ്? ഡിസ്ക്രീറ്റ് ഡാറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയിടാം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? തന്നത് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ടോട്ടൽ n ഒന്ന് കണ്ടു നോക്കാം. ടോട്ടൽ n കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. n കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? ആൻസർ ആയിട്ട് 15 എന്ന് കിട്ടും. അപ്പൊ n എന്താണ് ഇവിടെ? n എന്താണ്? n ഓടാണ്. n ഓടാണെങ്കിൽ എന്താണ് മീഡിയൻ? ഫോർ മീഡിയൻ ഇസ് ഈക്വൽ ടു എന്താണ്? മീഡിയൻ കാണാൻ ഞാനൊരു വഴി പറഞ്ഞിട്ടുണ്ടല്ലോ. n+1/2th ഐറ്റം ഇൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ആദ്യം ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഒന്ന് കാണാം. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എടുത്ത് എഴുതുക 2, പിന്നെ 2+4 അത് 6, 6 3 9, 9 1 10, 15. ഇത് രണ്ടും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തി ഓക്കെ ആണ്. അടുത്തത് ഇതൊന്നും നിങ്ങളോട് എക്സാമിന് ചോദിക്കില്ല. നിങ്ങളോട് ചോദിക്കുക സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമാണ്. അതെന്റെ ഉറപ്പാണ്. അഥവാ എങ്ങാനും ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ മോഡലൊക്കെ വരുള്ളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവും നമുക്ക് ചോദിക്കുക എന്നുള്ള എനിക്ക് 100% ഉറപ്പാണ്. നമുക്ക് നോക്കാം. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. അപ്പൊ എന്താണ് ഇനി എന്താണ് നമുക്കറിയാനുള്ളത്? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം n+1/2th എന്ന് പറയുമ്പോൾ 15+1/2th ആണല്ലോ. ടൂത്ത് ഐറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 15+1 16/2th ആണല്ലോ. 16/2th ഐറ്റം അത് എത്രയാണ്? 8th ഐറ്റാണ്. 8th ഐറ്റം. എട്ടാമത്തത് എവിടെ വരും മക്കളെ? 8ഒക്കെ എവിടെയാണ് വരിക? 6ന്റെ 9ന്റെ ഇടയിൽ, അതായത് 9ന്റെ ഇടയിലാണ് വരിക. നേരെ കൊണ്ടുപോവുക എക്സിലേക്ക് ഇടുക. എക്സിൽ എവിടെ ആരാളുള്ളത്? 7. സോ ഇതാണ് നമ്മളെ മീഡിയൻ. 7ആണ് നമ്മളെ മീഡിയൻ. സോ മീഡിയനെ കിട്ടി. ആരാ മീഡിയൻ? മീഡിയൻ ഇസ് ഈക്വൽ ടു 7 ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എന്ത് കാണണം? മോഡ് എക്സ് മൈനസ് മീഡിയൻ കാണണം. മോഡ് എക്സ് മൈനസ് മീഡിയൻ ഒന്ന് കണ്ടേ. മോഡ് എക്സ് മൈനസ് മീഡിയൻ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ എടുക്കുക. എന്റെ കാൽക്കുലേറ്റർ. ഓക്കെ, മോഡ് എക്സ് മൈനസ് മീഡിയൻ എന്താണ്? മോഡ് 3 - 7 എന്താണ്? 3 - 7 4 ആണ്. 5 - 7 2 ആണ്. 7 - 7 0 ആണ്. 9 - 7 2 ആണ്. 10 - 7 3 ആണ്. സോ ഇതൊക്കെ ശരിയല്ലേ? ഒന്ന് നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ. 4 2 0 2 3 ഓക്കെ ആണ്. അടുത്താണ് എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ എന്ന് കാണണ്ടേ? എന്നാലല്ലേ നമുക്ക് എന്താ കാണേണ്ടത്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് എന്താണ്? മീഡിയൻ ആണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇക്വേഷൻ? സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ആണ്. നമുക്ക് എന്തും കൂടി വേണം? എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയനും കൂടി വേണ്ടേ? എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയനും കൂടി എന്നാ ചെയ്തോ. എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ എന്താണ്? എഫ്. 2 × 4 8 ആണ്. 4 × 2 8 ആണ്. 3 × 0 0 ആണ്. 1 × 2 2 ആണ്. 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ അങ്ങ് എടുത്തോ. ടോട്ടൽ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ എന്തിനാ എടുക്കുന്നത്? ഇവിടെ സിഗ്മ കാണുന്നു പറഞ്ഞുകൊണ്ട് സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ എന്താണ്? അതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എന്ത് കിട്ടും? ആൻസർ ആയിട്ട് 33 എന്ന് ലഭിക്കും. 33. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? 33 ലഭിച്ചോ? നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം ഇവിടെ കൊണ്ടുപോയി ചാമ്പ. 33 ഡിവൈഡ് ബൈ n എത്രയാണ്? 15. എന്താണ് 33/15 എന്ന് നോക്കാം. 33/15 2.2 ആണ് ആൻസർ. ശരിയാണോ നോക്കട്ടെ. 2.2 ആണ് ആൻസറിൽ. എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. ആൻസർ നോക്കട്ടെ കേട്ടോ. 2.2 തന്നെയാണ്. അപ്പൊ ആൻസർ എന്താണ്? കറക്റ്റ് ആണ്. സോ ഇങ്ങനെ തന്നെ ചെയ്തു പോവുക. എന്താണ് ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾ കത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് സീരീസിലേക്ക് പോകാം. അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? കൃത്യമായി കാണുന്നത് അതാണ് ചോദിക്കാൻ. ഈ ഭാഗം ചോദിക്കുകയാണെങ്കിൽ അതേ ചോദിക്കുള്ളൂ. കാരണം അതാണ് കുറച്ച് ടഫായിട്ടുള്ളത്. എക്സാം ടഫാക്കുകയാണെങ്കിൽ അതേ നിങ്ങളോട് ചോദിക്കുള്ളൂ. അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് കാണാം. നമ്മൾ അടുത്ത് നോക്കിയിടാം. എന്താണ്? കണ്ടിന്യൂസ് സീരീസിൽ മീഡിയം കാണാനുള്ള ഇക്വേഷൻ ആണ്. വലിയ എന്തോ ഇക്വേഷൻ ആണ്. പേടിക്കൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ പറഞ്ഞത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. L+.
n/2 മൈനസ് എം ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു സി. എന്താണ് എൽ പ്ലസ് ബ്രാക്കറ്റിൽ n/2 മേലെ മൈനസ് ഡിവൈഡഡ് ബൈ എന്താണ് എഫ് ഇൻറ്റു സി ആണ്. എങ്ങനെ കണ്ടെത്താൻ നോക്കാം? വളരെ എളുപ്പമാണ്. തന്നത് അതുപോലെ ആദ്യം എഴുതിയെടുക്കുക. എന്താണ് തന്നത് അത് ആദ്യം എഴുതിയെടുക്കാം. തന്നത് ആദ്യം എന്താണ് ക്ലാസ് ആണ് തന്നിട്ടുള്ളത്. സോ ക്ലാസ് എഴുതാം. 0 10 10 20 20 30 30 40 40 50 50 60. ഓക്കെ ആണോ? 50 60. ഇനി അടുത്ത് നമുക്ക് എന്ത് എഴുതാം? എഫും കൂടി തന്നിട്ടുണ്ടല്ലോ. എഫും കൂടി എഴുതാം. എഫ് എഴുതിക്കോ. എഫ് എന്താണ് 6 8 14 16 4 2 ആണ് നമ്മൾ എഫ് എന്ന് പറയുന്നത്. അപ്പൊ എൻ എന്ന് പറയുന്നത് കണ്ടേക്ക്. ടോട്ടൽ എൻ എത്രയാണെന്ന് നോക്കട്ടെ ഞാനൊന്ന്. എൻ എന്ന് പറയുന്നത് എന്താടാ 15 ആണ്. എൻ എന്ന് അവിടെ കിട്ടി നിങ്ങൾക്ക് 15 എന്ന് ലഭിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ബോക്സിൽ എന്ത് ചെയ്യുക? മിഡ് എക്സ് കാണുക. കാരണം നമുക്ക് ഇവിടെ എക്സ് ഇല്ല. ഇവിടെ എന്തായാലും എന്ത് വേണം? നമുക്ക് എക്സ് വേണം. എന്ത് കാണണമെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട്, എന്ത് കാണണമെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയം കാണണമെങ്കിൽ നമുക്ക് മോഡ് എക്സ് മൈനസ് മീഡിയം വേണം. അതിൽ എന്ത് വേണം? എക്സ് വേണം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? മിഡ് എക്സ് കാണും. എന്താണ് മിഡ് എക്സ്? 0 10 7 5 15 25 35 45 55 എന്നിങ്ങനെ കിട്ടും നമുക്ക്. ഓക്കെ ആണോ? അടുത്തത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ മീഡിയം കാണണം. എന്നാലേ നമുക്ക് അടുത്തായിട്ട് പോകാൻ പറ്റുള്ളൂ. മീഡിയം കാണണമെങ്കിൽ എന്താണ്? ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി ആദ്യം നമുക്ക് അറിയണം. അപ്പൊ എന്താണ് ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി ആദ്യം അറിയണം. നമുക്ക് എന്ത് ചെയ്യണം? ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി എടുക്കാം. എങ്ങനെയാണ് ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി? ഇവിടെയാണ് കുട്ടികളൊക്കെ മിസ്റ്റേക്ക് വരുത്തുക. എല്ലാവരും ആദ്യം തന്നെ ഈ 5 എഴുതും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് ഫ്രീക്വൻസി ആണ് ആദ്യം എഴുതേണ്ടത്. ഫ്രീക്വൻസി ആണ് ആദ്യം എഴുതേണ്ടത്. ആദ്യത്തെ ഫ്രീക്വൻസി ആണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എഴുതി. 6+8 കാൽക്കുലേറ്റർ ഒക്കെ എടുത്തു വെക്കുക. എന്റെ കാൽക്കുലേറ്റർ ഒന്ന് എടുക്കട്ടെ ഒരു മിനിറ്റ്. 6+8 എത്രയാണ്? 6+8 എത്രയാണ്? 6 4 14 ആണ്. 6+8 14 + 14 28 28 16 28 പ്ലസ് എന്ത് ചെയ്യുക? 16 കാണും. 44 48 ആൻഡ് 50. നോക്കിയടാ. അപ്പൊ എന്താണ് 50 കിട്ടിയില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ പോവുക. സൈഡിൽ എന്ത് ചെയ്യാന്നറിയോ? ആദ്യം n/2 കണ്ടേക്ക്. ഓരോ നമുക്ക് ആദ്യം കണ്ടേക്കാം. ഇതിൽ ഓരോ ടേം എന്താന്ന് പറഞ്ഞത് ആദ്യം തന്നെ നിങ്ങൾ n/2 കാണാം. ഓക്കെ, n/2 കണ്ടു. n/2 എത്രയാണെന്ന് നോക്കാം. n എന്ന് പറയുന്നത് 50. 50/2 25. 50/2 എന്താണ്? 25 ആണ്. സോ 50/2 എന്ന് ലഭിച്ചു. 25 എന്ന് ലഭിച്ചു. 50/2 എന്താണ്? 25 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ക്യുമുലാറ്റീവ് ഫ്രീക്വൻസിയിൽ 50/2 25 ആണല്ലോ. ക്യുമുലാറ്റീവ് കാൽക്കുലേറ്റർ കൊടുക്കട്ടെ. ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി 25 എന്തിന്റെ ഇടയിൽ വരുന്നുണ്ട്? 25 ഇവിടെ ആയിട്ട് വരും. അതായത് ഇവിടെ വരും. 28-നുള്ളിൽ വരും. ഓക്കെ ആണോ? 25 ആദ്യം n/2 കാണാൻ 25 കിട്ടും. അത് എവിടെ വരും നോക്കാം? ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി അത് ഇവിടെ വരും. നേരെ വരച്ചോ എക്സിലേക്ക്. നേരെ പോട്ടെ. നേരെ വരച്ചോ. ക്ലാസ്സിന്റെ അവിടെ എത്തിയാൽ നിർത്തുക. ക്ലാസ്സിൽ ഇത് ലോവർ ലിമിറ്റും ഇത് അപ്പർ ലിമിറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ലോവർ ലിമിറ്റ് ആണ് നമ്മളെ എല്ല്. ലോവർ ലിമിറ്റ് ആണ് നമ്മളെ എൽ എന്തെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൽ എന്താണ്? 20 എന്ന് കിട്ടി. ഇനി അടുത്തത് എഫ് എങ്ങനെ കാണാൻ നോക്കാം. ഇവിടെ കാണുന്ന നമ്മൾ വരച്ചപ്പോൾ ഏതാണോ ഫ്രീക്വൻസി ഉള്ളത്, വരച്ചത് ഏത് ഫ്രീക്വൻസിയിലൂടെയാണോ കടന്നു പോകുന്നത് അതാണ് നമ്മളെ എഫ്. അപ്പൊ ഇതാണ് നമ്മളെ എഫ്. എഫ് എന്താണ്? 14 ആണെന്ന് ലഭിച്ചു. അടുത്തതാണ് നമ്മളെ സി. സി വളരെ എളുപ്പമാണ്. നമ്മുടെ ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി ഇല്ലേ, സി അല്ല. ഇനി നമുക്ക് എന്താണ്? എം ആണ് കാണേണ്ടത്. എന്താണ് എം? എം കാണാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വരച്ച് ക്യുമുലാറ്റീവ് ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതിന്റെ മേലത്തെ സംഖ്യ എടുക്കുക 14. അതാണ് നമ്മളെ എം. അപ്പൊ എം എന്താണ്? എം എന്താണ്? 14 തന്നെയാണ്. അടുത്തതാണ് എന്ത്? സി. സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഡിഫറൻസ്. ഇവിടെ ക്ലാസ് എന്താണ്? 20 - 30 ആണ്. അതായത് 20 to 30 ആണല്ലോ. അതിന്റെ ക്ലാസ് ഡിഫറൻസ് എങ്ങനെയാണ്? വലുതിന് ചെറുത് കുറച്ചാൽ മതി. 30 - 20 എത്രയാടാ? 30 - 20 എന്ന് പറയുമ്പോൾ അത് 10 ആണ്. സോ ഇങ്ങനെ കാണാം നമുക്ക്. ശരിയാണോ നോക്കട്ടെ. 25 20 14 14 10. ഓക്കെ, കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലങ്ങ് ഇട്ട് കൊടുത്ത് നോക്കാം. എന്താ വരിക നോക്കിയേ? മീഡിയൻ ഇസ് ഈക്വൽ ടു എൽ. എൽ എന്താ? 20 പ്ലസ് എന്താണ്? n/2 മൈനസ് എം. n/2 എന്ന് പറയുമ്പോൾ 25 മൈനസ് എം എന്ന് പറയുമ്പോൾ എന്താണ്? 14 ഡിവൈഡഡ് ബൈ എന്താണ്? എഫ് എന്താണ്? അതും 14 ഇൻറ്റു സി ഉണ്ടല്ലോ. ഇൻറ്റു എന്താണ്? സി ആർ അവിടെ. സി എന്ന് പറയുന്നത് 10 ആണ്. ഇൻറ്റു 10. ഓക്കെ ആണോ? ഇൻറ്റു 10. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? 25 - 14 ഒന്ന് കാണാം. 25 - 14. 25 മൈനസ് എന്ത് ചെയ്യാം? 14 എന്താണ്? അത് 11 ആണ്. മീഡിയൻ എന്താണ്? 20 പ്ലസ് 11/14 ഇൻറ്റു 10 എന്നായി. അങ്ങനെയാണെങ്കിൽ ആ 10നെ ഉള്ളിൽ കിടത്തുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ വരിക?
20 പ്ലസ് എന്താണ് 110/14 ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അടിച്ചു ആദ്യം 110/14 അടിക്കുക. 110 ഡിവൈഡഡ് ബൈ 14 ആദ്യം അടിക്കുക. എന്താണ് 20 പ്ലസ് 7.86 ആണ്. ഇതിനെ കൂടെ എന്ത് ചെയ്യുക 20 പ്ലസ് 7 27.86 എന്ന് ലഭിക്കും. നിങ്ങൾക്ക് 27.86 ആണ് ആൻസർ. ശരിയാണ് നോക്കട്ടെ, 27.86 ആണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും അപ്രോക്സിമേറ്റ്ലി ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താണ് 28 അല്ലേടാ. 27 ശേഷം ആദ്യം 8 കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ 28 ആക്കി എടുക്കുക. 27 ശേഷം ആദ്യം 4 കണ്ടു കഴിഞ്ഞാൽ 27 ആക്കി തന്നെ എടുക്കുക. 5 കണ്ടു കഴിഞ്ഞാൽ 28 ആക്കി എടുക്കുക. നിങ്ങൾ ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 28 ആക്കി എടുക്കാം. മോഡ് എക്സ് മൈനസ് മീഡിയൻ കാണുക. മോഡ് എക്സ് മൈനസ് മീഡിയൻ എന്തെന്ന് കിട്ടിയത് നമുക്ക് 28 ആണെന്ന് കിട്ടി. മോഡ് എക്സ് മൈനസ് മീഡിയൻ ഇവിടെ എക്സ് എത്രയാണ് 5 മൈനസ് 28 അത് 23 ആണ്. അടുത്തത് 15 മൈനസ് 28 15 മൈനസ് 28 എന്ന് പറയുന്നത് എന്താണ് അത് 13 ആണ്. അടുത്തത് ഇനി അടുത്ത എന്താണ് 25 മൈനസ് 28 അത് 3 ആണ്. 35 മൈനസ് 28 എന്താണ് 35 മൈനസ് 28 അത് 7 ആണ്. അടുത്തത് 45 മൈനസ് 28 45 മൈനസ് 28 അത് മിക്കവാറും 17 ആവും. ഇത് 17 ആണെങ്കിൽ ഇത് 27 ആവും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് മൈനസ് മീഡിയൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് എന്താണ് മീഡിയൻ ആണ് കാണേണ്ടത്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇക്വേഷൻ എന്താണ് ഏത് ഡാറ്റയെ നോക്കി ഇക്വേഷൻ ഇടുക സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ എന്താണ് ക്യാപിറ്റൽ N ആണ്. ഇനി എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയനും കൂടി കണ്ട പരിപാടി കഴിഞ്ഞു. എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ എന്ന് പറയുന്നത് എന്താണ് എഫ് എത്രയാണ് ഇവിടെ 6 ഇൻറ്റു 23 6 ഇൻറ്റു 23 എത്രയാണ് നോക്കാം 138 138 8 ഇൻറ്റു 13 8 ഇൻറ്റു 13 ചെയ്ത് നോക്കാം. 8 ഇൻറ്റു 13 എന്ന് പറയുന്നത് 104 ആണ്. അടുത്തത് 14 ഇൻറ്റു 3 14 ഇൻറ്റു 3 ചെയ്ത് നോക്കിയാൽ 14 ഇൻറ്റു 3 42 ആണ്. അടുത്തത് 16 ഇൻറ്റു 7 16 ഇൻറ്റു 7 ആണ് അടുത്തത് അത് 112 ആണ് 112 ആണ്. 4 ഇൻറ്റു 17 ചെയ്ത് നോക്കാം. 4 ഇൻറ്റു 17 എന്താണ് 68 ആണ് 68 ആണ്. 2 ഇൻറ്റു 27 2 ഇൻറ്റു 27 കൂടി ചെയ്ത് നോക്കാം 54 ആണ്. ഇതിന്റെ ടോട്ടൽ എടുത്തേടാ സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയന്റെ ടോട്ടൽ അങ്ങ് എടുത്തേടാ സിഗ്മ എടുത്തേടാ എന്താ ടോട്ടൽ ലഭിക്കാം ഞാനൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 508 ആണ് ലഭിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ നമ്പറൊക്കെ ലഭിക്കും. കണ്ട് പേടിക്കാൻ ഉത്തരം തെറ്റിന്ന് വിചാരിച്ചു കണ്ട് വലിയ നമ്പറാണ് ഇതിന്റെ കേസിൽ എന്തായിട്ട് വരിക ആൻസർ ആയിട്ട് വരിക. സോ എന്താണ് നമുക്ക് ലഭിച്ചു 508 എന്ന് ലഭിച്ചു. അപ്പൊ 508 ഡിവൈഡ് ബൈ n എന്താണ് അവിടെ 50 ആണ്. 508/50 എന്ന് ചെയ്ത് നോക്കുക. 508/50 എന്ന് പറയുമ്പോൾ എന്താണ് 508/50 എന്ന് പറയുമ്പോൾ 10.16 ആണ് 10.16 ആണ് ആൻസർ. ശരിയാണ് നോക്കട്ടെ 10.16 ആണ് നമ്മളെ ആൻസർ. 508 അല്ലാതെ ലഭിക്കുക 518 ആണ് ലഭിക്കുക. നമുക്ക് എന്താണ് 518 ആണ് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ 518/50 ആണ്. 518/50 എന്ന് പറയുമ്പോൾ എന്താണ് 518 ഡിവൈഡ് ബൈ 50 എന്ന് പറയുമ്പം 10.36 ആണ്. 10.36 ആണ് ആൻസർ ലഭിക്കുക. ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാനാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തന്നത്. വിഷയം ഇത് ശരിയാക്കി എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഓരോ ടേമും കറക്റ്റ് മനസ്സിലാക്കുക. L ലോവർ ലിമിറ്റ് ആണ്. എവിടേക്കാണോ ഇതിലൂടെയാണ് ഫ്രീക്വൻസി കടന്നു പോകുന്നതാണ് എഫ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ നമ്മൾ എടുത്തതിന്റെ മേലെ കാണുന്ന നമ്പറാണ് M. അടുത്തത് C എന്ന് പറയുന്നത് എന്താണ് ക്ലാസ് ഡിഫറൻസ് ആണ് C. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഇട്ട് കൊടുത്ത് വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് അപ്രോക്സിമേറ്റ് എടുക്കാൻ മറക്കരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് പോവാം. ഈ പാർട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത പാർട്ടിൽ എന്ത് ചെയ്യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. സോ ബൈ.